ആര് പറഞ്ഞു വിജ്ഞാനവും ജ്ഞാനവും ഒന്നാണ് എന്ന്? ശരിയാണ്, രണ്ടും രണ്ടാണ്. വിജ്ഞാനം വെറുതെ അറിവ് ശേഖരിക്കുന്നതാണ്. അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നതായ തിരിച്ചറിവിന്റെ ഒരു ഭാഗമാണ് ജ്ഞാനം എന്നുള്ളത്. ആരും സംശയം കാര്യത്തില്ല. അപ്പോൾ അതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്, യാത്ര ചെയ്യേണ്ടത് എന്ന് നമുക്ക് അനുഭവ സമ്പത്ത് തെളിയിച്ചു തരുന്ന ഒരു കാര്യമാണ്. ആ അറിവിനെ തിരിച്ചറിവാക്കുന്ന, ആപ്പിള് വീഴുന്നു, അതൊരറിവാണ്. പക്ഷെ അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്ന് ഉള്ള തിരിച്ചറിവാണ് ജ്ഞാനം. അവിടെയാണ് ആ ഭാഗത്തേക്കാണ് നമ്മൾ എത്തേണ്ടത്. സാധാരണ നമ്മൾ പുസ്തകം വായിക്കുന്നു, എഴുത്തുകൾ കൂട്ടുന്നു, ധാരാളം ഓർക്കുന്നു, ചിന്തിക്കുന്നു. പക്ഷെ അത് അവിടെ വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ അറിവില്ലായ്മയായി മാറും. ആ അറിവിനെ നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യണം, ജ്വലിപ്പിക്കണം. എന്തെഴുതിയാലും, എന്ത് വേദവ്യാസൻ തന്നെ എന്താണ് സി രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ വേദവ്യാസൻ എല്ലാ പുരാണങ്ങളിലും എല്ലാ രചനയും കഴിഞ്ഞതിന് ശേഷം ധാരാളം വർഷങ്ങൾ കഴിഞ്ഞിട്ട് രണ്ട് കൈയും തലയിൽ വെച്ച് എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ് കരഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാവനയാണ്. പക്ഷേ വേദവ്യാസൻ ആ വ്യസനം അവസാനം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ഞാൻ എന്തെഴുതി, ഞാൻ എന്തെല്ലാം ആശയങ്ങളുണ്ട്, ആളുകൾ ഇത് വായിക്കുന്നുണ്ട്, പക്ഷെ എന്ത് മാറ്റമാണ്? ഒരു മാറ്റവും സമൂഹത്തിൽ വരുന്നില്ല. എന്തെല്ലാം എഴുതി കൂട്ടിയിട്ടുണ്ട്. ശരിയാണ്, രാമായണം ഓരോ മാസവും നമ്മൾ കൃത്യമായി വായിക്കും. അടച്ചു വെക്കുമ്പോൾ അവിടെ തീരും കാര്യം. അത് കിട്ടിയ സന്ദേശമോ കിട്ടിയ ആശയമോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ സമൂഹം ഇങ്ങനെ അഴുക്ക് ചാലിൽ കൂടി കടന്നു പോകുന്നത്. വായനയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാ പുരാണങ്ങളും വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം സി രാധാകൃഷ്ണൻ പറയുന്നത്, വേദവ്യാസൻ അവസാനം നിലവിളിച്ചു, ഞാൻ എന്തിനാണ് ഇത്രയൊക്കെ രചിച്ചത്, മനുഷ്യ സമൂഹത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്ന്. അവസാനം സി രാധാകൃഷ്ണൻ അവിടെ പറയുന്നുണ്ട്, ഏത് നല്ല കവിയും ഏത് നല്ല എഴുത്തുകാരനും അവന്റെ ജീവിതത്തിന്റെ അവസാനം പറയും, എന്തിനാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്? ഒരു പ്രയോജനമില്ല. സമൂഹം പോകുന്ന പോക്ക് കണ്ടില്ലേ? വ്യക്തികൾ പോകുന്ന പോക്ക് കണ്ടില്ലേ? എവിടെയാണ് മനുഷ്യന്റെ മൂല്യങ്ങളുള്ളത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും, അങ്ങനെയുള്ള രീതികളാണെങ്കിൽ പോലും നമ്മുടേതായ ആശയം അതവിടെ കിടക്കട്ടെ. അത് നമുക്ക് സമൂഹത്തിന് കൊടുക്കണം. ആ രീതിയിൽ മുന്നോട്ട് പോകണം.